Hey all! Welcome to part 2 of മീൻ കഥ. തലേന്ന് വിഴിഞ്ഞത്ത് പോയി ചിപ്പി അന്വേഷിച്ച് കിട്ടാത്തതിൻ്റെ ക്ഷീണം തീർക്കാൻ തൊട്ടടുത്ത ദിവസം നേരം വെളുക്കുന്നതിന് മുൻപേ ഞാനും ഇക്കായും വിഴിഞ്ഞത്തേക്ക് പുറപ്പെട്ടു. ഇത്രയും ശക്തമായ മഴയിലും ടൂ വീലറിൽ കണ്ണട വെച്ച് യാത്ര ചെയ്യുന്ന എന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ ഓർമ്മ വരുന്നൊരു ഡയലോഗുണ്ട്. ആട് സിനിമയിലെ ജയസൂര്യ പറയുന്നത് പോലെ, ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാകുമോ കർത്താവേ എന്ന്. കഴിഞ്ഞ ദിവസം ചിപ്പി അന്വേഷിച്ച് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചേച്ചി ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞിരുന്നു, രാവിലെ 9 മണിക്ക് തന്നെ നിങ്ങളിവിടെ എത്തണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിപ്പി പോയിട്ട് ചിപ്പിയുടെ പൊടി പോലും കിട്ടില്ല എന്ന്. എന്തുകൊണ്ട് ആ ചേച്ചി അങ്ങനെ പറഞ്ഞു എന്ന് ഈ തിരക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചൂടോടെ കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന മീനുകളെ നോക്കി നിൽക്കുന്നത് ചെറിയ ഒരു ആൾക്കൂട്ടമാണെന്ന് നിങ്ങൾക്ക് തോന്നിയതെങ്കിൽ അത് തെറ്റി. വെളുപ്പിനേ തുടങ്ങുന്ന ഇവരുടെ മീൻപിടുത്തം രാവിലെ 10 മണിയായിട്ടും അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. വീടുകളിലേക്ക് മാത്രം മീനുകൾ വാങ്ങി മടങ്ങാൻ വരുന്ന മനുഷ്യരല്ല അവിടെ ഉണ്ടായിരുന്നത്. മറിച്ച് കടകളിലേക്കും കച്ചവട ആവശ്യങ്ങൾക്കുമായി തുച്ഛമായ വിലയിൽ മീൻ വാങ്ങാൻ വരുന്ന മനുഷ്യരും അവിടെ ഉണ്ടായിരുന്നു. ധാരാളം വള്ളങ്ങളിലായി എത്തിച്ചേർന്ന മീനുകൾ നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് വിറ്റഴിഞ്ഞത്. മഴയുടെയും കാറ്റിൻ്റെയും ഓളത്തിനനുസരിച്ച് ചലിക്കുന്ന വള്ളങ്ങൾ മറ്റൊരു വശത്തുമുണ്ടായിരുന്നു. വലിയ പാത്രങ്ങളിലും ബക്കറ്റിലും കവറിലും ന്യൂസ് പേപ്പറിലുമായി മീനുകൾ വാങ്ങി മടങ്ങുന്ന മനുഷ്യരെ നോക്കി നിൽക്കുക എന്നുള്ളത് കുറച്ച് കൗതുകമേറിയ കാര്യം തന്നെയായിരുന്നു. ഇത്രയും മനുഷ്യർക്കിടയിൽ എന്നോടൊപ്പം വന്ന മനുഷ്യനെ കണ്ടെത്താൻ ഞാൻ കുറച്ച് പാടുപെട്ടിരുന്നു. വലയെറിഞ്ഞു പിടിച്ച മീനുകൾ വള്ളത്തിൽ കരക്കടുപ്പിച്ച് ആ മീനുകൾക്കായി മനുഷ്യർ ഒരു വശത്ത് നിന്ന് തല്ലുകൂടുമ്പോൾ മറ്റൊരു വശത്ത് അതിശക്തമായ മഴ ആഞ്ഞു പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വളരെ വില കുറച്ച് ഒരു വലിയ നെയ്മീനും 3 ചെറിയ മീനുകളും വാങ്ങി മടങ്ങുമ്പോൾ 10 ചിപ്പി കഷ്ണം 500 രൂപയ്ക്കും 5 എണ്ണം 250 രൂപയ്ക്കും വിൽക്കുമ്പോൾ സാധാരണക്കാരായ ഞങ്ങൾക്ക് അതൊരു വലിയ തുകയായതുകൊണ്ട് തന്നെ കിട്ടിയ മീനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഞങ്ങൾ അവിടുന്ന്. ഒടുവിൽ ചിപ്പി വാങ്ങാൻ വന്ന ഞങ്ങൾ നെമ്മീനുമായി മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. തിരികെ മടങ്ങുമ്പോൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മഴ ഞങ്ങളോടൊപ്പം തന്നെ യാത്ര തുടർന്നു. ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു ദിവസം. Until next time, bye bye.